ജസ്ലിയയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തി രൂപമാറ്റം വരുത്തി മുങ്ങിയ ഡോക്ടർ പിടിയിൽ. വിദ്യാർത്ഥിനിയായ ജസ്ലിയ ജോൺസൺ എന്ന 19-കാരിയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കോട്ടയം അതിരമ്പുഴ പണ്ടാരക്കളം വീട്ടിൽ ഡോക്ടർ സിറിയക് അറസ്റ്റിൽ. വാഗമണ്ണിലെ കണ്ണംകുളത്തിന് സമീപമുള്ള ഒരു സ്വകാര്യ ഹോം സ്റ്റേയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ വാഗമൺ പോലീസാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. ആളെ തിരിച്ചറിയാതിരിക്കുവാൻ താടി പൂർണ്ണമായും വടിച്ച് രൂപം മാറ്റിയ നിലയിലായിരുന്നു ഇയാൾ. രഹസ്യവിവരത്തെ തുടർന്ന് മഫ്തിയിലെത്തിയ പോലീസ് സംഘം പിടികൂടുവാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ഓടി രക്ഷപ്പെടുവാനും ശ്രമിച്ചിരുന്നു. 3 ദിവസമായി ഇയാളുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ വാഗമണ്ണിലുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി അന്വേഷണം തുടരുകയായിരുന്നു. സംശയം തോന്നിയ നാട്ടുകാരുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഹോം സ്റ്റേ കണ്ടെത്തുകയും മഫ്തിയിലെത്തി ഇയാളെ റിസോർട്ടിൽ നിന്നും കസ്റ്റഡിയിലും എടുത്തത്. ആ ദൃശ്യങ്ങൾ കാണാം. അപകടം നടന്ന് 7-ാം ദിവസമാണ് ഡോക്ടർ സിറിയക് പിടിയിലാകുന്നത്. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. നേരത്തെ ഡോക്ടർ സിറിയക്കിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിയെ ഒളിവിൽ പോകുവാൻ സഹായിച്ചതിനാണ് അങ്കമാലി പോലീസ് പിതാവിനെ അറസ്റ്റ് ചെയ്തത്. അപകടം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർ സിറിയക്കിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. മുഖം മറയ്ക്കുവാൻ മാസ്ക് പോലീസ് നൽകി സ്വകാര്യ ഇന്നോവയിൽ കരുതലോടെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ അനുമാനിക്കാം എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകിയതെന്ന്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അങ്കമാലി ടെൽക്ക് ജംഗ്ഷൻ സമീപം വെച്ചാണ് ഡോക്ടർ സിറിയക്കിന്റെ കാറടിച്ച് വൈപ്പിൻ എടവനക്കാട് കളത്തിപ്പറമ്പ് ജസ്ലിയ ജോൺസൺ എന്ന 19-കാരി കൊല്ലപ്പെട്ടത്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് കോളേജ് ഹോസ്റ്റലിലേക്ക് നടന്ന് വരുമ്പോഴായിരുന്നു ജസ്ലിയെ പിന്നിൽ നിന്നെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ കടന്നു കളഞ്ഞത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ ജസ്ലിയ ഈ മാസം 3-ന് മരണത്തിന് കീഴടങ്ങി. ജസ്ലിയയുടെ അവയവങ്ങൾ 4 പേർക്ക് ദാനം ചെയ്തിട്ടാണ് ജസ്ലിയ പോയത്. അപകടമുണ്ടാക്കിയ കാർ ആലപ്പുഴ തുറവൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടും ഇത് ഓടിച്ചിരുന്ന ഡോക്ടർ സിറിയക്കിനെ കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കോട്ടയം അതിരമ്പുഴയിലുള്ള ഇവരുടെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. ബന്ധുവീടുകളുള്ള ഇടുക്കിയിലും മേലപ്പാറയിലും പരിശോധന നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഡോക്ടർ സിറിയക്കിന്റെ പിതാവ് ജോർജിനെ അങ്കമാലി പോലീസ് ചോദ്യം ചെയ്യുവാൻ വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. അപകടശേഷം സിറിയക് പിതാവിനെ ബന്ധപ്പെട്ടിരുന്നതായി തെളിവുകൾ ഫോണിൽ നിന്ന് ലഭിച്ചതിനാലാണ് ഒളിവിൽ പോകുവാൻ സഹായിച്ച കുറ്റം ചുമത്തി അറസ്റ്റ് എന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ജോർജിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായ ശേഷം ഇവിടെ ഹൗസ് സർജൻസി ചെയ്യുകയായിരുന്നു ഡോക്ടർ സിറിയക്. കാറിൽ ഡോക്ടർ സിറിയക്കിനൊപ്പം ഉണ്ടായിരുന്ന സഹപാഠി അക്ഷയ് കഴിഞ്ഞ ദിവസം അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിരുന്നു. ഇയാളെ പിടികൂടുവാൻ ആലുവ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. പ്രതി രാജ്യം വിടാതിരിക്കുവാൻ ലുക്കൌട്ട് നോട്ടീസും ഇന്നലെ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. അപകടമുണ്ടാക്കിയതിനു ശേഷം ഡോക്ടർ സിറിയക് ഹൗസ് സർജനായി ജോലി ചെയ്യുന്ന ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ 2 ദിവസം എത്തിയിരുന്നതായി സൂചനയുണ്ട്. ഇയാളെ പിടികൂടുവാൻ പോലീസ് വീഴ്ച വരുത്തി എന്നായിരുന്നു ഇതിനെ തുടർന്നുള്ള ആരോപണം. ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരുന്ന ജസ്ലിയയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് ജസ്ലിയയുടെ കരളും വൃക്കകളും ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്യുവാൻ കുടുംബം തീരുമാനിച്ചു. ഇന്നലെയായിരുന്നു ജസ്ലിയയുടെ ശവസംസ്കാരം. അതിനു മുമ്പ് സഹപാഠികളും കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. പിന്നാലെ വിദ്യാർത്ഥി യുവജന സംഘടനകളും സ്റ്റേഷനിൽ പ്രതിഷേധം നടത്തി. ഇതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തുന്നത്.
പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് റൂറൽ SP KS സുദർശൻ പറഞ്ഞു. പ്രതിയെ പിടികൂടുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. കുറ്റകരമായ നരഹത്യയ്ക്കും കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ പിടികൂടുവാൻ ആലുവ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും SP വ്യക്തമാക്കി. എന്നാൽ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുകയും വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്ന് കൃത്യമായി വ്യക്തമായിട്ടും പോലീസ് പ്രതിയെ പിടികൂടുവാൻ ശ്രമിച്ചില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നത്. റൂറൽ SPയുടെ വാക്കുകൾ കേൾക്കുക. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെ ഇന്ന് രാവിലെ വാഗമൺ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. അവിടെ ഒരു റിസോർട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. നാട്ടുകാർക്ക് സംശയം തോന്നി പോലീസ് വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കസ്റ്റഡി എടുത്തത്. ബാക്കിയുള്ള തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. അല്ല, അയാളുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ആ ഭാഗത്തുള്ളതായിട്ടുള്ള സൂചന ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം അയാളുടെ ഫോട്ടോ നാട്ടുകാർ കണ്ട് തിരിച്ചറിഞ്ഞ് ആ സമയത്ത് പോലീസ് അവിടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രതി അറസ്റ്റ് ചെയ്തത്. അയാൾ ഇന്ന് അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തതിന് ശേഷം അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് ബാക്കി നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. ഇല്ല, അതൊരു തടസ്സമായിരുന്നില്ല. പിതാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ പ്രതിയെ ഒളിവിൽ പോകാനും സംരക്ഷണം കൊടുക്കാനും ശ്രമിച്ചതിനും സംരക്ഷണം കൊടുത്തതിനും അയാളുടെ ഫാദറിനും കൂടി പ്രതിയാക്കിയിട്ടുണ്ട്. അല്ല, അങ്ങനെ അത് ബാക്കി അന്വേഷണം നടത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ വൈദ്യപരിശോധന കാരണം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞോ? അതെ, അതെല്ലാം ഫോർമാലിറ്റീസും ചെയ്തതിന് ശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കുള്ളൂ. കുടുംബത്തിന് ഒരു ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടു. അവരിതൊരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഇത്രയും ദിവസമായി അഭിസമ്പന്നനായതുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നില്ല പോലീസ്. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം പോലീസിനെതിരേക്ക് ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ അന്വേഷണം അല്ല, അങ്ങനെ സ്വാധീനം ഉണ്ടെങ്കിൽ ഇപ്പോൾ അയാളുടെ പാരൻസിനടക്കം നമ്മൾ പ്രതിയാക്കുന്ന ഘട്ടത്തിലേക്ക് വരില്ലല്ലോ. അങ്ങനെ യാതൊരു സ്വാധീനമോ മറ്റൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം വരുന്ന സാഹചര്യത്തിൽ അത് പരിശോധിക്കും. അതും കൂടി പരിശോധിച്ച് മുന്നോട്ട്. അല്ല, അങ്ങനെ അവരുടെ പാരൻസിന് അങ്ങനെ ഒരു ആക്ഷേപമുള്ള നിലയ്ക്ക് നമ്മളത് പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള നടപടിയെടുക്കുന്നത്. ഡോക്ടർ സിറിയക്കിനൊപ്പം കാറിൽ ഉണ്ടായിരുന്ന സഹപാഠി അക്ഷയ് ഇന്നലെ അങ്കമാലി പോലീസിൽ ഹാജരായി മൊഴി നൽകിയത് ഇപ്രകാരമായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം അങ്കമാലിയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഡോക്ടർ സിറിയക് 7:15 പുറപ്പെട്ടതും 7:30 ജസ്ലിയെ ഇടിച്ചു തെറിപ്പിക്കുന്നതും. എന്തായാലും ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായത്. ഇനി ജസ്ലിയ ജോൺസന്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കാം. മനുഷ്യജീവന് വിലയില്ലാതാവരുതല്ലോ. മോളവിടെ കിടന്ന് എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും. ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നില്ല. അയാളൊന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങൾക്ക് അയാളോട് ഇത്രയും ദേഷ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. എൻ്റെ മോൻ പറഞ്ഞ പോലെ തന്നെ അമ്മേ, അയാളൊന്ന് ഹോസ്പിറ്റലിൽ, എൻ്റെ ചേച്ചിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷമ പോലും അയാൾക്ക് കൊടുക്കാം. പക്ഷെ ഇതുപോലും ചെയ്യാതെ ഡോക്ടറല്ലേ, ജീവൻ കൊടുക്കേണ്ടതല്ലേ, എന്നിട്ടല്ലേ അതിനവിടെ ഇട്ടിട്ട് പോയത്. എന്തോ അതിൻ്റെ കയ്യിൽ അതിന് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി വാങ്ങിക്കാൻ വേണ്ടി അതിന് വലിയ ആഗ്രഹമൊന്നുമില്ല. കുഞ്ഞാഗ്രഹം അതുപോലും അതിന് കഴിക്കാൻ പറ്റിയില്ല. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയത് അവിടെ. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പാവം കൊച്ചെന്ന് വെച്ചാൽ പഞ്ചപാവം കൊച്ചാ. നമ്മളൊന്നിനും ബുദ്ധിമുട്ടിക്കൂല. കുഞ്ഞനായാലും പപ്പനായാലും എന്നായാലും ഡോ കുഞ്ഞനായാലും കുഞ്ഞൻ്റെ മുടി വളർത്തിയേക്കുന്നുണ്ട. ഞാൻ ചീത്ത പറയുമ്പോൾ മുടി വെട്ടാൻ പറയുമ്പോൾ വെട്ടണ്ട ചേച്ചി പറയണ പോലെ വെട്ടണ്ട കുഞ്ഞാ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് നടക്കണത്. പഞ്ചപാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചപാവം കൊച്ചാ. അതിൻ്റെ ചില സമയത്ത് അതിൻ്റെ ഫീസും ബുക്കിൻ്റെ ഫീസൊക്കെ അതന്നെ അടച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പറയണം, അമ്മ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അമ്മ ചെറിയ എന്ന് വെച്ചാൽ നമ്മളൊന്നും ബുദ്ധിമുട്ടിക്കൂല. ഒരു ഡ്രസ്സ് വേണമെങ്കിൽ ആളൊരു മീഷോയിൽ ഒരു 350 രൂപയുടെ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ വിളിക്കും. എന്തോ വലിയ കാര്യം ചെയ്ത പോലെ. ഓർഡർ ചെയ്യൂല, ചേട്ടിന്ന് ചോദിക്കാം. അമ്മേ ഒരു നല്ല ഡ്രസ്സ് കണ്ട അമ്മേ ഒന്ന് ചെയ്തോട്ടെ അമ്മേ. പുള്ളിക്കാരത്തേക്ക് അതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവോ. അപ്പോൾ നമ്മൾ പറയും ചെയ്യണമെങ്കിൽ പറയും മോനെ ചെയ്തോ, ഇല്ലെങ്കിൽ പറയും വേണ്ട, എന്നാലും കുഴപ്പമില്ല, എന്നാൽ പിന്നെ മതി അമ്മ. അത്രേ ഉള്ളൂ. പഞ്ചമാവെന്ന് വെച്ചാൽ എന്താ അതിന് പറയണേന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ പോകുമെന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക്
നിങ്ങൾ ചെയ്തു കൊടുത്താൽ പുന്നാരിപ്പിക്കണം ഭയങ്കര ഇഷ്ടം. കുഞ്ഞിനെ പുന്നാരിപ്പിക്കുമ്പോൾ പറയും കുഞ്ഞിനെ പുന്നാരിപ്പിക്കണം. ഇത്രയും 19 വയസ്സായെന്ന് ഇപ്പോഴാണ് ഇത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അയ്യോ എൻ്റെ മോൾക്ക് 19 വയസ്സായെന്ന് എനിക്ക് തോന്നണേ. വന്ന് കെട്ടിപ്പിടിച്ച് വയറ്റത്തൊക്കെ കിടന്നിട്ട് എന്നെ ഞാൻ കിടന്ന വയറില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ പോലെ പാവം വീട്ടിൽ വരാന്നെടുത്ത് കൂട്ടുകാരായാലും എല്ലാവരുടെയും കാര്യങ്ങൾ വന്ന് പറയും. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കൂടി പിടിക്കണ പിള്ളേരായാലും അവൾക്ക് എന്ത് തോന്നണം എല്ലാം വന്ന് പറയും. വീട്ടിൽ വന്നത് അനിയനോട് പറയും അമ്മ ഇങ്ങനെയാണ് അമ്മ, അവൻ ഇങ്ങനെ പറഞ്ഞമ്മ, അല്ലെങ്കിൽ ആ കൊച്ചിങ്ങനെ പറഞ്ഞമ്മ. എല്ലാ കൂട്ടുകാരെയും വന്ന് പറയും. അവിടെ എന്ത് കോളേജിൽ ഒന്നും ഞങ്ങളോട് പറയാത്തതില്ല. എല്ലാം പറയും. എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ കാണിച്ചാൽ അതൊക്കെ വന്ന് പറയും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇങ്ങനെ പറയും അമ്മ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇപ്പം 8 മണിക്ക് അനിയനും കൂട്ടുകാരന്മാരും ഇതുങ്ങളൊക്കെ ചായയൊക്കെ കുടിക്കാൻ എന്നോട് ചോദിക്കുക. 8-8:30 ആകുമ്പോൾ ചോദിക്കുമ്പോൾ ഞാനങ്ങനെ കൊച്ചുങ്ങളങ്ങനെ റെസ്റ്റിങ്ഷ അങ്ങനെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതുങ്ങൾ പോയി വന്നു കഴിയുമ്പോൾ പറയും എനിക്കായതുകൊണ്ട് എൻ്റെ അമ്മ ആയതുകൊണ്ട് എന്നെ വിടും. അങ്ങനെയൊക്കെ കൊച്ചി എവിടെ വേണമെങ്കിലും വിടാം. ഏത് പാതിരാത്രിക്ക് വിടാം. കൊച്ചി തിരിച്ച് വരുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ ഇയാളിങ്ങനെ ചെയ്യും. കൊച്ചിൻ്റെ തെറ്റുള്ളതെന്ന് എനിക്ക് 100% അന്ന് തന്നെ എനിക്കറിയാമായിരുന്നു. ആരും പറയാതെ തന്നെ. കാരണം എന്ന് വെച്ചാൽ കൊച്ചി അതുപോലെ കെയർ ചെയ്തിട്ടാണ് നടക്കണേ. ഒരു ചെറിയൊരു തൈറോയ്ഡ് ചെറുതായിട്ടുണ്ടായിരുന്നു ആൾക്ക്. അത് വന്നിട്ട് പോലും അത് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കും. നമുക്ക് പറയണ്ട അതെല്ലാം. അതായത് യോഗയൊക്കെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരുമ്പോൾ യോഗയൊക്കെ അമ്മ എന്നിട്ട് എന്നെ വിളിക്കാം അമ്മ യോഗ ചെയ്യമ്മ എല്ലാ കാര്യങ്ങളും. അവൾക്ക് എന്താ പറയുക, അവൾക്കിങ്ങനെ ഇത് കഴിയുമ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോലി ആവണം. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുമല്ല കൊച്ചി കുറേ നന്മ ചെയ്താനെ. ഈ ഒരു ഡോക്ടർ ചെയ്യുന്നേക്കാളും കുറേ നന്മ കൊച്ചി ഉണ്ടായിരുന്നെങ്കിൽ കുറേ നന്മകൾ. ഇയാൾ ചിലപ്പോൾ ഡോക്ടറാവാൻ പഠിക്കണത് ആളുടെ അപ്പൻ്റെ പൈസ കൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ മോള് പഠിച്ചത് അവൾ സ്വന്തമായിട്ട് അധ്വാനിച്ചൊക്കെ എൻ്റെ മോള് പഠിച്ചത്. ഇയാളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഡോക്ടറായിട്ടൊക്കെ ഇനിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേരുടെ ജീവിതമായിരിക്കും കളയാൻ പോണത്. ഇയാളെ വിശ്വസിച്ചൊക്കെ എങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോളായിരുന്നെങ്കിൽ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോള് ഒരു നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ അവൾ എന്തോരം പേരെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരു മനസ്സുള്ള കൊച്ച. കൂട്ടുകാരൻ എപ്പോഴും അമ്മ എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവരോട്ടെ വെക്കേഷന് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നിർത്താനും കൂടെ നടക്കാനും നാട് കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൊച്ച. പഞ്ചപാവം. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ആയാലും ഭയങ്കര ഇഷ്ടം. കോളേജിൽ അന്ന് കൂപ്പൺ വിൽക്കണം എന്ന് പറഞ്ഞില്ലേ, ഒരു സൺഡേന് ഇവിടെ വന്നത്. അന്ന് കൊച്ചി രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് പോലും കഴിച്ചിട്ടില്ല. ഭയങ്കര വെയിലാണ്. ആ വെയിലത്ത് എല്ലായിടത്തും ഇവിടങ്ങളെല്ലാം പോയിട്ട് കൂപ്പൺ എടുപ്പിച്ച് അമ്മ എനിക്കിത് തീർക്കണം അമ്മേ, കോളേജിൻ്റെ ഫണ്ടിലേക്ക് കോളേജിൻ്റെ ഇതിലേക്കാണമ്മേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ പോലും അവർ വിളിക്കണേണ് എടി കോളേജിലേക്ക് കൂപ്പൺ എടുക്കുമെന്ന് പറഞ്ഞ് നിൻ്റെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോഴാണ് ഞാൻ അറിയണത്. അങ്ങനെയൊക്കെ ഉള്ള പാവം കൊച്ചെന്ന് വെച്ചാലല്ലേ അതിനെപ്പറ്റി പറയണേ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അത്ര പാവം കൊച്ചായിരുന്നു. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് 3-4 ദിവസം ഒഴുക്കിയ കണ്ണീരുണ്ടല്ലോ, അത് ഞങ്ങൾക്കേ അറിയാൻ പാടുള്ളൂ. എങ്ങനെ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണ്ടായിരുന്നില്ല. കൊച്ചി ഞങ്ങൾക്ക് ഡോക്ടർ കൈ അനക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. കൈയൊക്കെ അനക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ജീവൻ കിട്ടും. കുഞ്ഞിൻ്റെ കൈ അനക്കി എന്ന് പറയുമ്പോൾ കുഞ്ഞൻ ചിരിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ച അമ്മേ നമ്മുടെ ലിയാമോള് തിരിച്ച് വരും അമ്മേ, ചായ കുടിക്കമ്മേ എന്നും പറഞ്ഞ് ചായ ഇങ്ങനെ വെച്ചെന്ന് എന്തോ ബിസ്ക്കറ്റ് എന്താണ്ടൊക്കെ എനിക്ക് വെച്ചെന്ന്. അവൻ്റെ ചിരി കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ദൈവമേ കുഞ്ഞിൻ്റെ ചിരി കണ്ട കുഞ്ഞിന് ഓടി വന്ന വരവ് എനിക്ക് മറക്കാൻ പറ്റൂല. എൻ്റെ ചേച്ചി വരുമോ എന്നും പറഞ്ഞ് കൊച്ചി പാവം അവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ ഇനി അമ്മ ചായ കുടിക്കുമ്പോ ചേച്ചിട്ട് 2 കൈയും പൊങ്ങി അമ്മയെന്നും പറഞ്ഞിട്ട് പാവോട്ട. കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചത് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞു ഇതാണ് എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത്. കൊച്ചി എന്തായാലും നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയുണ്ട്, മാധ്യമപ്രവർത്തകരോടും
എല്ലാവരോടും നന്ദി. മോർണിംഗ് സ്റ്റാറിലെ കുട്ടികളോടും സിസ്റ്റേഴ്സിനോടും പിന്നെ ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വീട്ടുകാരോടും ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനോടും ഒരുപാട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നന്ദി. ആരോടെങ്കിലും നന്ദി പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടും നന്ദി, എല്ലാവരോടും നന്ദി. ഇനി അയാൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. 7 വർഷം ഒന്നുമല്ല, അതൊന്നുമല്ല എന്ന് എനിക്കറിയാം ഞങ്ങളുടെ മോള്. പക്ഷെ 7 വർഷമെങ്കിലും കിട്ടണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും കൂടി അതുകൂടി ഞങ്ങൾക്കൊന്ന് സാധിച്ചു തരണേ. ആക്സിഡൻറ്റുകൾ ആകസ്മികങ്ങളായിരിക്കാം, എന്നാൽ ഒരു ഡോക്ടറായ പ്രതി ഉടനടി ആ കുട്ടിക്ക് പ്രഥമ ചികിത്സ നൽകി ഒരു നല്ല ആശുപത്രിയിൽ ഉടനടി എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിക്കാമായിരുന്നു. അപ്രകാരം ചെയ്തിരുന്നുവെങ്കിൽ ഈ യുവ ഡോക്ടർക്ക് ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. പരമാവധി മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്കൊരു കേസ് രജിസ്റ്റർ ചെയ്യുമായിരുന്നു. എങ്കിലും ഒരു കൊലപാതക കേസിലെ പ്രതി ആകില്ലായിരുന്നു. ഈ കേസ് കോടതിയിലെത്തിയാൽ പോലും രക്ഷപ്പെടാൻ സാധിയില്ല. കാരണം ജീവൻ രക്ഷിക്കുവാൻ ബാധ്യസ്ഥനായ ഒരു ഡോക്ടറാണ് ഈ പണി കാണിച്ചത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.